എങ്ങനെയാണ് അൻവറിന്റെ ഈ വെളിപ്പെടുത്തൽ, അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഏതെങ്കിലും രീതിയിലുള്ള പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതാണോ പാർട്ടിയിൽ, അതോ ഈ പി ശശിക്കെതിരെയുള്ള ഒരു നീക്കമാണോ? ഇത് മുഖ്യമന്ത്രി അറിഞ്ഞാണോ അതോ മുഖ്യമന്ത്രി അറിയാതെയാണോ? അല്ല, ഇത് ഗൗരവമായൊരു വിഷയമാണ് എന്ന് നമുക്കറിയാം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്ത് നിന്ന് വളരെ കാലമായിട്ട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പി ശശിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് CPM-നും അതേപോലെ തന്നെ സർക്കാരിനും കളങ്കമുണ്ടാക്കുന്നതാണ് എന്നത്. അത് കുറച്ചു കാലമായിട്ട് ചർച്ചയിലുണ്ട്. അത് നേതൃത്വത്തെ പലരും അറിയിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ പി ശശി കൂടുതൽ ശക്തനാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്ന ADGP-യും അതേപോലെ പി ശശിയും എന്ത് കാര്യങ്ങൾ ചെയ്യാനും കരുത്തരാണ് എന്ന തരത്തിലാണ് നീക്കങ്ങളെല്ലാം നടന്നിരുന്നത്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹത്തിന് വിശ്വസ്തനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നത്. പക്ഷെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മൊത്തം മാറി മറിയുന്നു. പ്രധാനപ്പെട്ട കാരണം CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചതാണ്. സ്വാഭാവികമായിട്ടും സഹാക്കൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വെക്കും. അങ്ങനെ ചർച്ചയ്ക്ക് വെക്കുന്ന സമയത്ത് പാർട്ടിയുടെ നേതൃത്വം ആ സമ്മേളനങ്ങളിൽ എത്തുകയും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായി തീരുകയും ചെയ്യും. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടും ഇടതുപക്ഷ നിലപാടിന് അനുസൃതമായിട്ടുള്ള രീതിയിലും മറുപടി കൊടുക്കണമെങ്കിൽ സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന അതിശക്തമായിട്ടുള്ള ആവശ്യങ്ങളോടുള്ള ഈ സർക്കാരിന്റെയും അതുപോലെ പാർട്ടിയുടെയും പ്രതികരണം എന്താണ് എന്നത് പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്, അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഗുരുതരമാണ്. അത് അവസാനം എത്തിച്ചേരുന്നത് നേരെ മുഖ്യമന്ത്രിയുടെ മുനയിലേക്ക് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി കിട്ടുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള ADGP-യെ കൈയൊഴിഞ്ഞ വാർത്തയാണെന്ന് നമ്മൾ കേട്ടത്. അത് പോലീസ് സമ്മേളനത്തിൽ തന്നെ വെച്ചാണ് അദ്ദേഹം ADGP-ക്കെതിരായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചത്. എന്നുവെച്ചാൽ ആർക്കും ഇനിയും മുന്നോട്ട് പോകാനായിട്ട് പഴയതുപോലെ പറ്റില്ല എന്ന സൂചന CPM-ന്റെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു എന്ന സംശയം നമുക്കുണ്ടാകാവുന്ന തരത്തിലാണ്. പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസമാണ് EP ജയരാജനെതിരെ നടപടിയെടുത്തത്. ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കാലമായിട്ട് നിൽക്കുന്ന വിവാദങ്ങൾക്ക് ഒരു ശമനമായിരുന്നു ആ തീരുമാനം എന്നുള്ള കാര്യം പാർട്ടിക്കകത്ത് പുറത്തെ കാര്യങ്ങൾ. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം പ്രശ്നങ്ങളുടെ ഒരു പരിഹാരത്തിലേക്ക് പോകുമ്പോൾ പാർട്ടി സെക്രട്ടറി കൂടുതൽ കരുത്തനാവുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് സമവാക്യങ്ങൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന സൂചന പോലും അതിനകത്തുണ്ട്. ശരി, താങ്കൾ ഒരു വിഭാഗീയത വീണ്ടും രൂപപ്പെട്ടു വരുന്നു ഒരിടവേളയ്ക്ക് ശേഷം CPM-ൽ എന്ന രീതിയിലേക്കുള്ള വിലയിരുത്തലിലേക്ക് പോലും പോവുകയാണല്ലോ.